ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 19 ആണ്. ഓക്കെ, അപ്പം ഇനി ഒരു 3 ദിവസത്തെ ഒരു ഹെയർ കെയർ സീരീസാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പോലെ ഞാൻ ഹെയർ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പ്രേ ബോട്ടിൽ ഞാൻ തലയോട്ടി മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വേനൽക്കാലം ഒരുപാട് ഹാർഷാണ്. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും എനിക്ക് ഒരു ബോയിൽസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. സമ്മർ വന്നാൽ ഇവിടുത്തെ സമ്മറാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഷോർട്ടാക്കിയത്. ഓക്കെ, പിന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥ കൊണ്ട് എൻ്റെ മുടിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറുതായി ഷോർട്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കൂ, ഇത് ഈ ഒരു ഹെയർ കെയർ സ്പ്രേ ബോട്ടിലാണ്, എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് വിടാം. ഞാൻ ഇപ്പോൾ ഈ മുടിയിൽ സ്പ്രേ ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ആദ്യം വകിട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് വിടാം. ഒരു സൈഡ് എല്ലാം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വകിട് എടുക്കാം കേട്ടോ. എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒന്ന് ഈ റൂട്ട്സിൻ്റെ സ്കിന്നിൽ അത് സ്പ്രേ ചെയ്ത് വിടേണ്ടതാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ വിരലിങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ ഓട്ടിച്ചാൽ മതി കേട്ടോ. അത് കഞ്ഞിവെള്ളം എല്ലാ ഇടത്തിനും ജസ്റ്റ് ഒരു വെറ്റ്നെസ് ക്രിയേറ്റ് ചെയ്യും. അത്
അത് വെച്ച് നന്നായി മസാജ് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ തലയോട്ടിയിൽ എല്ലാം സ്പ്രേ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം മസാജ് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരിയേ വേണ്ടിയിരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് കുറച്ചാണ് വേണ്ടത്. ജസ്റ്റ് തലയോട്ടിയിൽ മാത്രം നിങ്ങൾ അത് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ മസാജ് ചെയ്ത് വിടാം. ഞാൻ സ്പ്രേ ചെയ്ത് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് വിട്ടിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെൽ ഇഷ്ടമാവില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂ വെച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, പിന്നെ റെഗുലറായിട്ട് ഈ സമ്മർ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രാ കെയർ എടുക്കുന്നതും നന്നായിരിക്കും. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഓക്കെ, ഈ ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇളനീര്, ഇതൊക്കെ അങ്ങനെ ഇളനീര്, പിന്നെ തേങ്ങയുടെ വെള്ളം, പിന്നെ അങ്ങനെ ചില ലിക്വിഡ് ഐറ്റംസൊക്കെ എടുക്കാവുന്നതാണ്. നാരങ്ങയുടെ വെള്ളം, അങ്ങനെ പ്രിഫർ ചെയ്ത് നിങ്ങൾക്ക് അറിയുന്ന പോലെയെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്നും കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസത്തെ ഒരു റെമഡി ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്ക് ബാക്കിൽ പറഞ്ഞ എനിക്ക് സ്കാൽപ്പിലും സ്കിൻ ഏറ്റവും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാനൊന്ന് മുടി ഒന്ന് വെട്ടിക്കൊടുത്തത്. ഓക്കെ, ഈ ഒരു വേനൽക്കാലം ഇവിടെ ഒരുപാട് ഹാർഷാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഷോർട്ടാക്കി വിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹെയർ ലെങ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാവരും വെട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ ഉറപ്പ് വരുത്തേണ്ടതും വേർപിരിക്കാൻ പാടില്ല, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാൻ പാടില്ല, താരൻ ഉണ്ടാവാൻ പാടില്ല, പിന്നെ മറ്റ് ഒരു സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് വരാറുണ്ടല്ലോ ഈ ഒരു സമ്മറൊക്കെ തുടങ്ങിയാൽ. അതൊക്കെ ഒന്ന് കൺട്രോളിൽ വെക്കേണ്ടതാണ്. ഓക്കെ, നാച്ചുറലായിട്ടുള്ള ഫുഡ്സ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുടിയും ചർമ്മവും എല്ലാം സംരക്ഷിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. പിന്നെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഈ ഒരു ചാനലിലുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും
ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.